ടീച്ചർ എന്നെ എടുക്കാൻ പോകുന്നത് സയൻസിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ ബാക്കി കാര്യം കൂടെയാണ്. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ചാപ്റ്റർ പഠിച്ച് നമുക്ക് തീർക്കാം കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 258 അടുത്തത് പഠിക്കാനായിട്ടുള്ളത് ടീത്ത് കണ്ടീഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ പല്ല് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതും അല്ലേ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് ടീത്തും സ്ട്രക്ചർ ഓഫ് ടീത്തും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ടീത്ത് കണ്ടീഷൻസ്. ഫസ്റ്റ് നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്ലാക്ക്. എന്താണ് പ്ലാക്ക് എന്ന് പറഞ്ഞാൽ എ സ്റ്റിക്കി കളർലെസ് ഫിലിം made of bacteria and substances they secrete. Plant develops quickly on teeth after eating sugary food but can be easily brushed off. അതായത് പ്ലാന്റ് എന്നാൽ എന്തെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല ഷുഗർ ആയിട്ടുള്ള ഫുഡ് അല്ലെ മധുരമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ എന്ത് ചെയ്യും, ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അതിങ്ങനെ എന്താണ് കട്ടിയായിട്ട് നമ്മുടെ പല്ലിൽ കവർ ചെയ്തിരിക്കും അല്ലേ, ജേംസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എ സ്റ്റിക്കി കളർലെസ് ഫിലിം മെയ്ഡ് ഓഫ് ബാക്ടീരിയ ആൻഡ് സബ്സ്റ്റൻസസ് ദേ സെക്രീറ്റ് അല്ലേ. ബാക്ടീരിയയും അതുപോലെ തന്നെ അവ ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളും എന്ത് ചെയ്യും, നമ്മളുടെ പല്ലുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നന്നായിട്ട് പല്ലൊക്കെ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഒക്കെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് പല്ലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം അത് അവിടെ ഇരുന്ന് ബാക്ടീരിയ ആയിട്ടൊക്കെ മാറി അങ്ങനെ ബാക്ടീരിയ ഉണ്ടായിട്ട് ആ ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളെല്ലാം കൂടെ നമ്മുടെ പല്ലിൽ കയറി ഒട്ടിപ്പിടിച്ച് പല്ലിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. Plaque develops quickly on teeth after eating sugary food but can be easily brushed off. അല്ലേ, അതായത് മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പല്ലുകളിൽ എന്ത് ചെയ്യും, ഈ പ്ലാക്ക് പെട്ടെന്ന് വരും അല്ലെ. മധുരമുള്ള നമ്മളോട് ഒരുപാട് പറയുന്നുണ്ട്, മധുരമുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ല് പെട്ടെന്ന് ചീത്തയാവും. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഈ സ്വീറ്റ്സ് മുട്ടായൊക്കെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പല്ല് കേടി വരത്തില്ലേ പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള മധുരമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് മധുര പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ അത് നമ്മുടെ പല്ലിൽ പറ്റി പിടിച്ചിരുന്നിട്ട് ഇതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും ഇതുപോലെ നമ്മുടെ പല്ലിൽ ഇങ്ങനെ ഈ പ്ലാക്ക് അല്ലെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. പല്ലിന് കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് ഫസ്റ്റ് പറഞ്ഞത് പ്ലാക്ക്. എ സ്റ്റിക്കി കളർലെസ് ഫിലിം മെയ്ഡ് ഓഫ് ബാക്ടീരിയ ആൻഡ് ദ സബ്സ്റ്റൻസസ് ദേ സെക്രീറ്റ്. Plant develops quickly on teeth after eating sugary food but can be easily brushed off. അല്ലേ, അതായത് ബാക്ടീരിയ പോലുള്ള എന്ത് ചെയ്യും, നമ്മുടെ പല്ലിന് പറ്റി പിടിച്ചിരിക്കുക, അവ ചില രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പോവാതിരിക്കുകയും ചെയ്യും. അത് മധുരമായിട്ടുള്ള ആ ഫുഡ് മധുര പലഹാരങ്ങൾ ഒരുപാട് കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വരികയും പ്ലാക്ക് പോലുള്ളവ നമ്മുടെ പല്ലിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞത് ടാർട്ടാർ അല്ലെ. ടാർട്ടാർ എന്ന് പറഞ്ഞ എന്താണ്, ഇഫ് പ്ലേറ്റ് ഈസ് നോട്ട് റിമൂവ്ഡ് ഇറ്റ് മിക്സസ് വിത്ത് മിനറൽസ് ടു ബിക്കം ടാർട്ടാർ എ ഹാർഡർ സബ്സ്റ്റൻസ് അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വരികയും അങ്ങനെ പ്ലാക്ക് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്ലാക്ക് എന്ത് ചെയ്തില്ല, ഇറ്റ്സ് നോട്ട് റിമൂവ്ഡ്, നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പല്ലിൽ നിന്നും റിമൂവ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇറ്റ് മിക്സസ് വിത്ത് മിനറൽസ് ടു ബിക്കം ടാർട്ടർ അല്ലെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായിലുള്ള ചില സ്രവങ്ങളുമായിട്ടൊക്കെ ഈ പ്ലാക്ക് എന്ത് ചെയ്യും, സംയോജിച്ച് എന്ത് ചെയ്യും, ഈ ടാർട്ടാർ പോലുള്ള സാധനം എന്ത് ചെയ്യും, ഒരു സബ്സ്റ്റൻസ് ആണ്, അത് നമ്മുടെ പല്ലിലുണ്ടാവും. ടാർട്ടാർ റിക്വയർസ് പ്രൊഫഷണൽ ക്ലീനിങ് ഫോർ റിമൂവൽ. നമ്മൾക്ക് ഒരിക്കലും നമ്മൾ പല്ല് ബ്രഷ് കൊണ്ടൊക്കെ നന്നായിട്ട് തേച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഉണ്ടാവുകയും ടാർട്ടാർ എന്ത് ചെയ്തില്ല, നമ്മുടെ പല്ലിൽ നിന്നും മാറ്റാനായിട്ട് പറ്റത്തില്ല. ടാർട്ടാർ റിക്വയർസ് പ്രൊഫഷണൽ ക്ലീനിങ് അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള അതായത് ഡെന്റൽ കെയർ അല്ലെ, നമുക്ക് ഡെന്റൽ ഹോസ്പിറ്റലൊക്കെ അല്ലേ അവിടെയൊക്കെ പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നതൊക്കെ കേൾക്കും. അങ്ങനെ ഒക്കെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടർമാരെ കണ്ട് നമ്മൾ അങ്ങനെ മരുന്നൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പല്ലിൽ നിന്നും ഈ ടാർട്ടാർ പോലുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്തോളൂ, വീണ്ടും കളയാനായിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളത്. നമ്മൾ പിന്നെ എത്ര കെയർ കൊടുത്തിട്ട് 4 നേരം പല്ല് വെച്ചാലും എന്ത് ചെയ്തില്ല, ഇത് പോകത്തില്ല വന്നു കഴിഞ്ഞാൽ. മൂന്നാമത്തത് ടീത്ത് ഗ്രൈൻഡിങ്. നോക്കിയേ, സ്ട്രെസ്, ആൻസൈറ്റി ഓർ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ക്യാൻ കോസ് ടീത്ത് ഗ്രൈൻഡിങ് യൂഷ്വലി ഡ്യൂറിങ് സ്ലീപ്പ് അല്ലെ. അതായത് നമ്മുടെ ഈ പറയുന്നത് പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അല്ലേ. അതായത് സ്ട്രെസ്,
ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുന്നത്, സമ്മർദ്ദം, ഒരുപാട് പ്രഷർ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ടെൻഷനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സ്ട്രെസ്, സമ്മർദ്ദം, അതുപോലെ ആൻസൈറ്റി, ഉത്കണ്ഠ, അല്ലെ എന്തെങ്കിലും കുറിച്ച് അമിതമായിട്ട് നമ്മൾ അയ്യോ അതെന്തെങ്കിലും ഉത്കണ്ഠ, ഓർ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഉറക്കമില്ലായ്മ, അല്ലെ നമുക്ക് രാത്രി നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല, നമ്മൾ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്, നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോൾ then they cause teeth grinding. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ പല്ല് പൊടിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. യൂഷ്വലി ഡ്യൂറിങ് സ്ലീപ്പ്, നമ്മൾ അറിയത്തില്ല, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും ഈ പല്ല് എന്ത് ചെയ്യുന്നത്, പൊടിഞ്ഞ് പോകുന്നത്. A dull headache and sore jaw are symptoms. അല്ലെ, അതായത് നമുക്ക് ചെറിയ മങ്ങിയ തലവേദന, ചിലപ്പോൾ നമ്മൾ പറയാം നമുക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നല്ല, ചെറിയ തലവേദന, അതുപോലെ നമ്മുടെ ഈ താടിയിലിനൊക്കെ ചില വേദന, മോണക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കളർ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണ് ഈ പറയുന്ന ഈ ടീത്ത് ഗ്രൈൻഡിങ്, പല്ല് പൊടിഞ്ഞു പോകുന്നതിന്റെ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീത്ത് grinding എന്ന് പറഞ്ഞാൽ stress, anxiety or sleep disorders can cause teeth grinding, usually during sleep. A dull headache and sore jaw are symptoms. അല്ലേ, അതായത് സമ്മർദ്ദം, ഉത്കണ്ഠ, അതുപോലെ ഉറക്കമില്ലായ്മ തുടങ്ങിയ അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മളുടെ പല്ല് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പൊടിഞ്ഞു പോകും, അല്ലേ. അത് മിക്കവാറും ഉറങ്ങുന്ന സമയം, അല്ലെ, യൂഷ്വലി എപ്പോഴാണ്, ഡ്യൂറിങ് സ്ലീപ്പ്, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയാൻ എന്തെങ്കിലും ഈ പല്ലിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ചെറിയ തലവേദന, വിട്ടുമാറുന്ന ചെറിയ തലവേദന, അതുപോലെ നമ്മുടെ താടിയിലിനൊക്കെ ഉണ്ടാകുന്ന വേദന, അങ്ങനെയുള്ള ചില സിംറ്റംസ് ആണ് ഈ ടീത്ത് ഗ്രൈൻഡിങ്ങിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്, ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ക്യാവിറ്റീസ്. അല്ലെ, ക്യാവിറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ, നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാവിറ്റീസ്, നമ്മുടെ ഈ ടൂത്ത് ബ്രഷിന്റെയും പേസ്റ്റിന്റെ ഒക്കെ എന്താണ് അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ നിങ്ങൾ TV-യിലൊക്കെ കാണും, അല്ലെ, ക്യാവിറ്റീസ്, അല്ലെ, ചെറിയ ഹോള്. ബാക്ടീരിയ ഡാമേജ് ദ ഇനാമൽ ആൻഡ് ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഓഫ് ടീത്ത്. അല്ലെ, ബാക്ടീരിയ, അല്ലെ, നമ്മുടെ പല്ലില് ഉണ്ടാകുന്ന ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഒരു പദാർത്ഥമാണല്ലോ. അപ്പൊ അത്രയും കട്ടിയുള്ള ഇനാമലിന് വരെ എന്ത് ചെയ്യും, ഡാമേജ്, കേടുപാട് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നു. ആൻഡ് ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഓഫ് ടീത്ത്, നമ്മുടെ ആഴത്തിലുള്ള നമ്മുടെ പല്ലിന്റെ ഘടന, അതായത് നമ്മുടെ റൂട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പല്ലിന്റെ വേരും, അല്ലെ, മോണയൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെ ആഴത്തിൽ വരെ എന്ത് ചെയ്യും ഈ ബാക്ടീരിയ നമ്മുടെ ഈ പല്ലിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ക്യാവിറ്റീസ് occur on molars and premolars. മിക്കവാറും ഒക്കെ ഈ മോളാർസും പ്രിമോളാർസും ഒക്കെ ഉണ്ടല്ലോ പല്ലുകൾ, അപ്പൊ ഈ മോളാറും പ്രിമോളാർസും ഈ ടീത്ത് അങ്ങനെയുള്ള ഈ പല്ലുകളെയാണ് മിക്കവാറും ഈ ക്യാവിറ്റീസ് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. മൊളാർസിനെയും പ്രിമോളാർസും ാണ് ഈ ബാക്ടീരിയ മിക്കവാറും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ ക്യാവിറ്റീസ്, പല്ല് പൊടിഞ്ഞ് ചെറിയ ഹോളായിട്ട് മാറുന്ന ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ടൂത്ത് സെൻസിറ്റിവിറ്റി. അല്ലെ, സെൻസിറ്റിവിറ്റി അറിയാലോ, അപ്പോൾ ടൂത്ത് സെൻസിറ്റിവിറ്റി നോക്കിയേ. വെൻ one or more teeth become sensitive to hot or cold, it may mean that the dentine is exposed. അല്ലെ, അതായത് when one or more teeth become sensitive to hot or cold, അല്ലെ, ഒന്നോ അതിലധികമോ, അല്ലെ, എന്താ പറഞ്ഞില്ല, when one or more than, അല്ലെ, ഒന്നോ അതിലധികമോ പല്ലുകൾക്ക് ചിലപ്പോൾ ചൂട് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചൂട് വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള സെൻസിറ്റിവിറ്റി, അല്ലെ, പല്ലിന്റെ കുടുപ്പ് പോലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. It may mean that the dentine is exposed. Dentine എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, അല്ലെ, നമ്മുടെ ഏറ്റവും മുകളിൽ ഇനാമലാണ്, പല്ലിനെ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന കട്ടിയുള്ള ഇനാമൽ, അതിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത്, ഡെന്റൈൻ എന്ന് പറയുന്നത്, ഒരു ബ്രൗൺ കളർ പോലെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ ഡെന്റൈനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൻസിറ്റിവിറ്റി എഫക്ട് ചെയ്യുന്നത്, അല്ലെ, പല്ല് പുളിപ്പൊക്കെ പെട്ടെന്ന് ഈ ഡെന്റൈനെയാണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് പെരിയോഡോടൈറ്റിസ്. അല്ലെ, പെരിയോഡോടൈറ്റിസ്. അടുത്തത് പറയുന്നത് പെരിയോഡോടൈറ്റിസ്. അല്ലെ, എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇന്നർ പാർട്സ് ഓഫ് ദ ടീത്ത് ലീഡ്സ് ടു എന്താണ്, പെരിയോഡോടൈറ്റിസ്. അതായത് എന്താണ്, പല്ലിന്റെ ആന്തരിക ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നർ പാർട്സ് ഓഫ് ദ
ടീത്ത് അല്ലെ, പല്ലിന്റെ ആന്തരിക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്താണ് ഒരു ടീത്ത്, ഒരു പല്ലിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ജിഞ്ചിവിറ്റിസ് അല്ലെ. ജിഞ്ചിവിറ്റിസ് പറഞ്ഞാൽ മോണരോഗം, മോണ വീർത്തൊക്കെ ഇരിക്കും, മോണയ്ക്ക് കളർ വ്യത്യാസം അങ്ങനെയൊക്കെയുള്ളതാണ് മോണരോഗമേ. Inflammation of the surface portion of the gums around and between the crowns of the teeth causes gingivitis അല്ലെ. അതായത് മോണയുടെ ചുറ്റുപാട്, നമ്മുടെ പല്ലിന്റെ മോണയുണ്ടല്ലോ, അപ്പൊ ആ മോണയുടെ ചുറ്റുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല്ലിന്റെ ഭാഗത്തായിട്ടൊക്കെ എന്ത് ചെയ്യും, ഒരു വീക്കം പോലെ അല്ലെ, വീക്കം മോണയുടെ, നമ്മുടെ പല്ലിന്റെ മോണയുണ്ടല്ലോ, അപ്പൊ ആ മോണയിലൊക്കെ ചെറിയ കളർ വ്യത്യാസവും അല്ലെങ്കിൽ വേദനയും മോണ വീത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ജിഞ്ചിവിറ്റിസ് എന്ന് പറയുന്നത്. Plaque and tartar build up can lead to gingivitis. അതായത് ഈ പ്ലാക്കും അതുപോലെ ടാർട്ടർ, ഈ ബാക്ടീരിയ വന്നിരുന്നിട്ട് അത് അടിഞ്ഞുകൂടി ഇങ്ങനെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ലേ പ്ലാക്ക്, അതുപോലെ ടാർട്ടർ, ഈ പ്ലാക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടി നമുക്ക് അവസാനം പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ ഇത് നീക്കം ചെയ്യാൻ പറ്റൂ എന്നൊരു അവസ്ഥ വരും അല്ലേ. അപ്പൊ അങ്ങനെ ഈ പ്ലാക്കും ഈ ടാർട്ടറും ഒക്കെയാണ് ഈ പറയുന്ന ഈ മോണരോഗം അല്ലെ, മോണവീക്കം, മോണയുടെ കളർ വ്യത്യാസം തുടങ്ങിയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ തുടങ്ങിയ രോഗലക്ഷണങ്ങൾക്കൊക്കെ കാരണം ഈ പറഞ്ഞ പ്ലാക്കും ടാർട്ടർ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടീത്ത് കണ്ടീഷൻസ്, അത് നമ്മുടെ പല്ലിന് ഉണ്ടാകുന്ന കുറച്ച് രോഗലക്ഷണങ്ങൾ പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്ലാക്ക് ആണ്. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, a sticky colorless film made of bacteria and substances they secrete. Plaque develops quickly on teeth after eating sugary food but can be easily brushed off അല്ലേ. അതായത് ബാക്ടീരിയ, മധുരമുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല്ലിൽ ബാക്ടീരിയ ഉണ്ടാവുകയും ആ ബാക്ടീരിയ നമ്മുടെ ഈ ഫുഡ് ഐറ്റംസുമായിട്ടൊക്കെ എന്ത് ചെയ്യും, ചേർന്നിട്ട് നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. Then second one, tartar. If plaque is not removed, it mixes with minerals to become tartar, a harder substance. Tartar requires professional cleaning for removal. അതായത് ഇത്തരത്തിൽ ഈ പ്ലാക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടി കട്ടിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് ഈ ടാർട്ടാർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ട് അങ്ങനെ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് നീക്കം ചെയ്യാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Third, teeth grinding അല്ലെ. No cases, anxiety or sleep disorders can cause teeth grinding, usually during sleep അല്ലെ. അതായത് ഒരുപാട് ടെൻഷനും അതുപോലെ ഒരുപാട് ഉത്കണ്ഠയും അതുപോലെ ഉറക്കമില്ലായ്മയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും അല്ലെ. മിക്കവാറും യൂഷ്വലി ഡ്യൂറിങ് ഫോർ സ്ലീപ്പ്, അത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്, നമ്മൾ അറിയത്തില്ല, ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ്. Dull headache and sore jaw as symptoms. ചെറിയ തലവേദന, താടിയിൽ ഉണ്ടാകുന്ന വേദന, ഇതൊക്കെയാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. Then fourth one, cavities അല്ലെ. cavities എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഡാമേജ് ദ ഇനാമൽ ആൻഡ് ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഓഫ് ടീത്ത് അല്ലെ. ഈ പറയുന്ന ഈ പ്ലാക്കും അതുപോലെ ടാർട്ടർ തുടങ്ങിയ ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പല്ലിന്റെ പുറമേയുള്ള പാളി അല്ലെ, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാണ്, ഇനാമൽ അല്ലെ. അപ്പൊ ഇനാമലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തില് ഇങ്ങനെ നമ്മുടെ പല്ലിന്റെ ആഴത്തിലുള്ള ഘടനയും പല്ലിന്റെ വേരും താടിയിലും ഒക്കെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. Most cavities occur on molars and premolars. മിക്കവാറും ഒക്കെ ഈ cavities, ഈ ഹോൾ ഉണ്ടാകുന്നത് മൊളാർസിലും പ്രിമോളാർസിലും ഒക്കെയാണ്, പല്ലുകളിലുള്ളവയിലൊക്കെയാണ് എന്താ ഇങ്ങനെയുള്ള ഈ cavities ഉണ്ടാകുന്നത്. Then പിന്നെ പറഞ്ഞ fifth one, tooth sensitivity അല്ലെ. When one or more teeth become sensitive to hot or cold, it may mean that the dentin is exposed അല്ലെ. ഒന്നോ അതിലധികമോ പല്ലുകൾക്ക് എന്തായും ചിലപ്പോൾ നല്ല ചൂട് വെള്ളമൊക്കെ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചൂട് ആഹാരം കഴിക്കുമ്പോഴോ തണുത്ത വസ്തുക്കൾ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ പല്ലിന് നേരിയ നല്ല രീതിയിലുള്ള വേദനയും പുളിപ്പ് പോലെയൊക്കെ ഉണ്ടാകും. Okay, that the dentin is exposed. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനാമലിന് തൊട്ടകത്തുള്ള dentin അല്ലെ, dentinനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. Then periodontitis എന്ന് പറഞ്ഞാൽ inflammations of the inner parts of the teeth leads to periodontitis അല്ലെ. അതായത് പല്ലിന്റെ ആന്തരിക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം അല്ലെ, വീക്കമാണ് അതും പറഞ്ഞത്, ഇങ്ങനെ വീങ്ങി വരുന്നത് പോലുള്ള ഒരു അവസ്ഥ, അത് തന്നെയാണ് ഇവിടെയും periodontitis എന്ന് പറയുന്നത്. The last gingivitis എന്ന് പറഞ്ഞാൽ മോണരോഗം, മോണവീക്കം പോലുള്ള രോഗം. Inflammation of the surface portion of the gums around and between the crowns of the teeth cause gingivitis അല്ലെ. അതായത് മോണയുടെ, നമ്മുടെ പല്ലിന്റെ മോണയുണ്ടല്ലോ, അപ്പൊ ആ മോണയുടെ ചുറ്റുഭാഗം
ചുറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പല്ലുകൾക്കിടയിലും ഒക്കെ അല്ലെങ്കിൽ അതിന്റെ ഉപരിതല ഭാഗങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു, വീക്കവും കളർ വ്യത്യാസവും വേദനയും ഒക്കെ ഉണ്ടാകുന്നു. ആ ഒരു രോഗ അവസ്ഥയാണ് ഈ പറഞ്ഞ ജിഞ്ചിവിറ്റിസ് എന്ന് പറയുന്നത്. പ്ലാക്ക് ആൻഡ് ടാർട്ടർ ബിൽഡപ്പ് ക്യാൻ ലീഡ് ടു ജിഞ്ചിവിറ്റിസ്. ഇങ്ങനെയുള്ള പ്ലാക്കും ടാർട്ടറും ബാക്ടീരിയ പല്ലിലടിഞ്ഞു കൂടി ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടി കൂടി വരുമ്പോണ്ടാകുന്ന അവസ്ഥയാണ് ഈ മോണരോഗം. അതിന്റെ പല്ലിലുണ്ടാകുന്ന ആ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് നമ്മുടെ മോണയിൽ വരെ എന്ത് ചെയ്യും, ബാധിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ടീത്ത് ആണ്. നമ്മുടെ പല്ലിനെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ടീത്ത്. നോക്കിയേ, it is very important to protect our teeth. Some of the ways are as follows. അല്ലെ, നമ്മളുടെ പല്ല് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെയധികം വലിയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത്, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ഫസ്റ്റ് പറയുന്നത് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. അല്ലേ, ദിവസം 2 നേരം പല്ല് വയ്ക്കുക. അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടും അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, 2 നേരം എന്ത് ചെയ്യുക, ഒരു ദിവസം പല്ല് വയ്ക്കുക. Clean your tongue to remove germs. Germs can attack teeth and cause bad breathing. അല്ലേ, അതായത് നമ്മുടെ പല്ല് നമ്മൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാക്കും എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കുക. Germs can be attack teeth and cause bad breathing. ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് ഈ പല്ലും അതുപോലെ നമ്മുടെ ടങ്ങും അല്ലെ നമ്മുടെ നാവും ഒക്കെ നല്ല വൃത്തിയായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ബാക്ടീരിയ നമ്മുടെ പല്ലിന് അതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ ബാക്ടീരിയ നല്ല രീതിയിൽ പല്ലിനെ എഫക്ട് ചെയ്യുകയും അതുപോലെ അതിന്റെ ഫലമായിട്ട് കോസ് ബാഡ് ബ്രീത്ത് അല്ലെ, നമ്മൾ പറയത്തില്ലേ എന്താ പറയാ, വായുനാറ്റം അല്ലെ, നമ്മുടെ വായിക്ക് സ്മെല്ലിന് വ്യത്യാസം അല്ലെ, വായുനാറ്റം, അപ്പൊ അത് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് പല്ലും നമ്മുടെ നാവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. Then second point, always rinse your mouth well after meals. നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം, എന്ത് ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വായു വൃത്തിയാക്കുക, കഴുകി വൃത്തിയാക്കുക. തേർഡ്, യൂസ് ഫ്ലോസ് ടു ക്ലീൻ വെജറ്റബിൾ ടീത്ത്. അതായത് നമ്മൾ പല്ല് വൃത്തിയാക്കുന്ന ഫ്ലോസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ലാസ്റ്റ്, ഈറ്റ് ഫുഡ് ദാറ്റ് ഈസ് ഹെൽത്തി ഫോർ ടീത്ത്. നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല ഹെൽത്തി ഫുഡ്, നമ്മുടെ പല്ലിന്റെ ആരോഗ്യവുമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മുടെ പല്ലിന് നല്ലതായിട്ട് തന്നെ വരുള്ളൂ. നമ്മുടെ പല്ലിന് ഒരുപാട് എന്താണ് നമ്മൾ പറയുന്നത്, നെല്ലിക്കൊക്കെ എന്താ നമ്മുടെ പല്ലിന് വളരെയധികം നല്ലതാണെന്നൊക്കെ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ പല്ലിന് നല്ല രീതിയിൽ ആരോഗ്യവും നല്ല ഉറപ്പൊക്കെ കിട്ടാനായിട്ടുള്ള ഫുഡ് ഐറ്റംസും കൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, ക്ലീൻ യുവർ ടങ് ടു റിമൂവ് ജേംസ്, ജേംസ് ക്യാൻ അറ്റാക്ക് ടീത്ത് ആൻഡ് കോസ് ബാഡ് ബ്രീത്ത് അല്ലേ. അതായത് നമ്മൾ ദിവസം 2 നേരം പല്ല് തേക്കുക, അതുപോലെ നമ്മുടെ നാക്കും എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ പല്ലും നാവും ഒക്കെ വൃത്തിയാക്കിയെന്നുണ്ടെങ്കിൽ വായുനാറ്റം പോലുള്ളതൊക്കെ ഉണ്ടാവും. സെക്കൻഡ്, ഓൾവേസ് റിൻസ് യുവർ മൗത്ത് വെൽ ആഫ്റ്റർ മീൽസ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുക, വായ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. തേർഡ്, യൂസ് ഫ്ലോസ് ടു ക്ലീൻ വെജറ്റബിൾ ടീത്ത്. നമ്മൾ പല്ല് ഫ്ലോസ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കുക. ലാസ്റ്റ്, ഈറ്റ് ഫുഡ് ദാറ്റ് ഈസ് ഹെൽത്തി ഫോർ ടീത്ത്. നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് കൂടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ പല്ലിന് ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവാനായിട്ടുള്ള ഫുഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞ പോയിന്റ്, ഡു നോട്ട് ഹാവ് ടു മെനി സ്വീറ്റ് സ്നാക്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെ. ഒരുപാട് എന്താ പറഞ്ഞത്, മധുരമുള്ള പലഹാരങ്ങൾ അതുപോലെ സ്നാക്സ്, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ളത് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ പാനീയങ്ങൾ മധുരമായിട്ടൊക്കെയുള്ള നമ്മൾ ഈ സോഡ ഒക്കെ പോലത്തുള്ള മധുര പാനീയങ്ങൾ അല്ലെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ദെൻ വിസിറ്റ് ദ ഡെന്റിസ്റ്റ് റെഗുലർലി ഫോർ എ ഡെന്റൽ ചെക്കപ്പ്. അല്ലെ, നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെഗുലറായിട്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ട് പല്ല് വൃത്തിയാക്കിയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം അതുകൂടെ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്തിട്ട് 4 പോയിന്റ് അല്ല 6 പോയിന്റ് ആണ് കേട്ടോ. അപ്പം 2 പറഞ്ഞാൽ ഡു നോട്ട് ഹാവ് ടു മെനി സ്വീറ്റ്സ് സ്നാക്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഒരുപാട് മധുര പലഹാരങ്ങൾ, ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ കറുമുറ കഴിക്കുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ച് കഴിക്കുക, പരമാവധി അവോയ്ഡ് ചെയ്യുക, ഒരുപാട് കഴിക്കരുത്. Then visit the dentist regularly for a dental
ചെക്കപ്പ്, അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, ഒരു ഡെന്റൽ ക്ലിനിക്കിലൊക്കെ പോയിട്ട് റെഗുലറായിട്ട് ചെക്കപ്പ്, നമ്മുടെ പല്ല് നല്ലതായിട്ട് വൃത്തിയാക്കിയൊക്കെ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹൗ ടു ബ്രഷ്. എങ്ങനെയാണ് നമ്മൾ പല്ല് തേക്കുക? രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുന്നേ പല്ല് തേക്കണമെന്ന് പറഞ്ഞത് അവിടെ ഇവിടെ മാത്രം പല്ല് തേച്ചാൽ പോരാ. എങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ പല്ല് തേക്കുക? നിങ്ങൾക്ക് താഴെ പിക്ചർ 1 2 3 4 5 6 7 ഒരു 7 പിക്ചറുണ്ട്. ആ 7 പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് പല്ല് തേക്കേണ്ടത്. ഓക്കെ നോക്കിയേ. ഫസ്റ്റ് പറയുന്നത് നോക്കിയേ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് അവർ ടീത്ത്. അല്ലെ, നമ്മളുടെ പല്ല് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞത് മൂവ് യുവർ ബ്രഷ് അപ്പ് ആൻഡ് ഡൗൺ ടു ബ്രഷ് ടീത്ത്. അതായത് ഫസ്റ്റ് നിങ്ങളുടെ പിക്ചർ അവിടെ തന്നിരിക്കുന്ന ഒന്നെന്നും പറഞ്ഞ് നമ്പർ ഇട്ടേക്കുന്ന ആ പിക്ചർ കണ്ടോ. മൂവ് യുവർ ബ്രഷ് അപ്പ് ആൻഡ് ഡൗൺ ടു ബ്രഷ് ടീത്ത്. അല്ലേ, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പല്ല് വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ, അല്ലെ മുകളിലോട്ടും താഴോട്ടും നല്ല രീതിയിൽ മാറി മാറി ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുക. സെക്കൻഡ്, ബ്രഷ് ദ ടോപ്പ് ടീത്ത് ഡൗൺവേർഡ്സ് ആൻഡ് ബോട്ടം ടീത്ത് അപ്വേർഡ്സ്. കണ്ടോ, അതായത് നമ്മൾ രണ്ടാമത്തെ നിങ്ങളുടെ സെക്കൻഡ് പിക്ചർ നോക്കിയാൽ, ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പിക്ചർ നോക്കിയേ, കണ്ടോ, വായ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് എന്താണ് ഉള്ളിലോട്ട്, അല്ലെ വായുടെ അകത്തോട്ടുള്ള മുകളിലെ ഭാഗവും അതുപോലെ താഴത്തെ ഭാഗവും രണ്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വൃത്തിയാക്കുക. രണ്ടും നമ്മളിങ്ങനെ വാ തുറന്ന് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിലും താഴെയായിട്ട് നന്നായിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുക. Then brush the back part of the teeth. കണ്ടോ, നിങ്ങൾ അവിടെ ഈ നാലാമത്തെ പിക്ചർ നോക്കി, നാലാമത്തെ പിക്ചർ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പിക്ചർ തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മുകളിലും താഴെയും പല്ല് തേക്കുന്നത്, അതാണ് കാണിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട്. ദെൻ നാലാമത്തെ പിക്ചറാണ് ബ്രഷ് ദ ബാക്ക് പാർട്ട് ഓഫ് ദ ടീത്ത്. കണ്ടോ, പല്ലിന്റെ ഉൾവശത്തോട്ട്, ബാക്ക് പാർട്ട് അകത്ത് ഭാഗത്തോട്ട് എന്ത് ചെയ്യുക, പല്ല് തേക്കുക, അകത്തോട്ടും പല്ല് തേക്കുക. Then brush the flat surface of the teeth. കണ്ടോ, അഞ്ചാമത്തെ പിക്ചർ ഉണ്ടോ, സർഫസ്, ഫ്ലാറ്റ് സർഫസ് കണ്ടോ. അതായത് നമ്മൾ പല്ലിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതുപോലെ അകത്തോട്ട് ഫ്ലാറ്റ് ഇങ്ങോട്ടുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, പല്ല് തേക്കുക. Then in the end clean your tongue with proper tongue cleaner and rinse your mouth well. കണ്ടോ, ആറാമത്തെ പിക്ചർ കണ്ടോ, ചില ബ്രഷിന്റെ ബാക്കിൽ ടങ് ക്ലീനർ കൂടെ ആയിട്ടുള്ളത് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടങ് ക്ലീനർ ഉണ്ടല്ലോ, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നമ്മുടെ നാക്ക് നന്നായിട്ട് വൃത്തിയാക്കുക. അതിനുശേഷം റിൻസ് യുവർ മൗത്ത് വെൽ, വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വായി കുപ്പിളിക്കുക. റിൻസ് ചെയ്ത് എന്ത് ചെയ്യുക, തുപ്പ, വെള്ളം ഇറക്കാതെ തുപ്പണം കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്കിത് മനസ്സിലാവും, പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് പറഞ്ഞത് മൂവ് യുവർ ബ്രഷ് അപ്പ് ആൻഡ് ഡൗൺ ടു ബ്രഷ് ടീത്ത്. അല്ലെ, മുകളിലും താഴോട്ടും എന്ത് ചെയ്യുക, മാറി മാറി പല്ല് തേക്കുക. സെക്കൻഡ്, ബ്രഷ് ദ ടോപ്പ് ടീത്ത് ഡൗൺവേർഡ്സ് ആൻഡ് ബോട്ടം ടീത്ത് അപ്വേർഡ്സ്. കണ്ടോ, നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പിക്ചർ അല്ലെ, വായി നന്നായിട്ട് തുറന്നു വെച്ചിട്ട് മുകളിലും താഴോട്ടും ഇങ്ങനെ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, തേക്കുക. പിന്നെ ബ്രഷ് ദ ബാക്ക് പാർട്ട് ഓഫ് ദ ടീത്ത്, നാലാമത്തെ പിക്ചർ, ബാക്ക് പാർട്ട് അല്ലെ ഇങ്ങോട്ട് അകത്തോട്ടുള്ള ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ദെൻ ബ്രഷ് ദ ഫ്ലാറ്റ് സർഫസ് ഓഫ് ദ ടീത്ത്. അല്ലെ, ഫ്ലാറ്റ് സർഫസ്, പല്ലങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് ഇങ്ങോട്ട് ഫ്ലാറ്റ് സർഫസ് രണ്ട് സൈഡിലോട്ട് തേക്കുക. ദെൻ ഇൻ ദ എൻഡ് ക്ലീൻ യുവർ ടങ് വിത്ത് പ്രോപ്പർ ടങ് ക്ലീനർ ആൻഡ് റിൻസ് യുവർ മൗത്ത് വെൽ. നമ്മൾ ഏതെങ്കിലും നല്ലൊരു ടങ് ക്ലീനർ ഉപയോഗിച്ച് നമ്മുടെ നാക്ക് നന്നായിട്ട് വൃത്തിയാക്കുക. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വായി കുപ്പിളിച്ച് എന്ത് ചെയ്യുക, വൃത്തിയാക്കി സൂക്ഷിക്കുക. ഓക്കെ, മനസ്സിലായോ? If we do not brush in an above mentioned manner, bits of food remain stuck between our teeth and bacteria begin to grow on the leftover food. അല്ലെ, നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പിക്ചറിലൊക്കെ കാണിച്ചിരിക്കുന്ന അതേ പാറ്റേണിൽ എന്ത് ചെയ്യുക, നമ്മൾ പല്ല് നന്നായിട്ട് ബ്രഷ് ചെയ്യുക, അതേ രീതിയിലൊക്കെ ബ്രഷ് ചെയ്യുക. കാരണം ഇങ്ങനെ ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ചില സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ പല്ലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് ഇതുപോലെ എല്ലായിടവും പല്ലിൻ്റെ അടുത്ത് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ഫുഡ് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും, ഒരുപാട് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ പോലുള്ളവയൊക്കെ വന്നിട്ട് പല്ലിൽ ഒരുപാട് കേടൊക്കെ സംഭവിക്കും. Once bacteria from they start making little holes or cavities on the surface of the teeth. അല്ലെ, ഒരു ബാക്ടീരിയ ഒരു പല്ലിനെ എഫക്റ്റ് ചെയ്തിട്ട് അവിടെ ചെറിയ ഹോളോ കാവിറ്റീസ് ഉണ്ടാക്കി തുടങ്ങിയാൽ നമ്മുടെ പല്ലിന് മൊത്തത്തിൽ പല്ലിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. These bacteria slowly reach pulp through dentine making cavity bigger and causing pain. ഇങ്ങനെ ഈ ബാക്ടീരിയ ഇരുന്നിരുന്ന് ഒരുപാട് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനകത്ത് എന്ത് ചെയ്യും, ഒരുപാട് ക്യാവിറ്റി, ഒരുപാട് ഹോള് പോലെ വരികയും നമുക്ക് പല്ലിന് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. If bacteria stays for
for long it affect the roots and thus the whole tooth gets decayed. അല്ലേ, നമ്മുടെ പല്ലിന്റെ ഒരു പല്ലിന്റെ വേരുണ്ടല്ലോ, അപ്പോൾ ഒരു പല്ലിന്റെ വേരിനെങ്കിൽ ഈ ബാക്ടീരിയ എഫക്ട് ചെയ്താൽ മതി, നമ്മുടെ വായിലുള്ള എല്ലാ പല്ലിനും എന്ത് ചെയ്യും, അത് ഒരുപോലെ എഫക്ട് ചെയ്യും. And then only solution in this case would be to remove the decayed tooth. അല്ലേ, ഇങ്ങനെ നമ്മുടെ പല്ലിന് ഇതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് പല്ലിന് എന്തെങ്കിലും കേടുപാടൊക്കെ സംഭവിച്ച് പല്ല് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു സൊല്യൂഷൻ ആ പല്ല് എന്നേക്കുമായിട്ട് റിമൂവ് ചെയ്ത് കളയുക, അത് എടുത്ത് കളയുക എന്നുള്ളത് മാത്രമാണ്. And by now we have learned that the permanent tooth cannot be replaced. നമ്മൾ പഠിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് നമ്മുടെ പല്ല് എടുത്ത് കളയുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മുടെ ബോഡിയിൽ വീണ്ടും ഒരു നാച്ചുറലി അല്ലെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പല്ല് എന്ത് ചെയ്യത്തില്ല, വിളിച്ച് അവിടെ വരത്തില്ല. പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അഡീഷണൽ പല്ല് വെച്ച് പിടിപ്പിക്കണം. അല്ലാതെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പല്ല് വീണ്ടും തിരിച്ചവിടെ വരത്തില്ല. ഓക്കെ, അടുത്തത് പറയുന്നത് ടങ്, നാവ് അല്ലെ. നമ്മൾ പല്ലിനെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നെല്ലാം പഠിച്ചു. അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞ പല്ല് വൃത്തിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ നാക്ക് കൂടെ നല്ല രീതിയിൽ വൃത്തിയാക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇനി കുറച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, the tongue is the fleshy muscular organ found in the mouth of all animals and human beings and is used for tasting, licking and swallowing of the food. In humans it helps to speak. അല്ലെ, അതായത് നമുക്കറിയാം, നമുക്ക് മനുഷ്യർക്ക് നാക്കുണ്ട് അല്ലെ, നമുക്ക് നാവുണ്ട്, അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും നാവുണ്ട് അല്ലെ. നിങ്ങൾ നോക്കിയേ, പൂച്ചയ്ക്കുണ്ട് അല്ലെ, എല്ലാവർക്കും എന്തുണ്ട്, നാക്കുണ്ട്. അപ്പോൾ എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും വായിൽ എന്തുണ്ട്, കാണപ്പെടുന്ന ഒരു മാംസമായിട്ടുള്ള പേശിയാണ് നാവിന്റെ ഒരു രീതി. നിങ്ങൾക്കറിയാം, ഇപ്പൊ തൊടുമ്പോൾ നല്ല മാംസം പോലെയാണ് നമ്മുടെ നാക്ക് അല്ലെ, ഭയങ്കര കട്ടിയൊന്നുമില്ല. പക്ഷെ എന്താണ്, കട്ടിയുള്ളത് പോലെ നല്ല മാംസമായിട്ടുള്ളതാണല്ലോ, വലിയ കട്ടിയൊന്നുമില്ല അല്ലെ, മാംസം പോലെ നമുക്ക് തോന്നുന്ന അതാണ്. അപ്പൊ മാംസമായിട്ടുള്ളൊരു ഇതിന് മസ്കുലർ ഓർഗൻ, മസ്കുലർ മീൻസ് പേശി അല്ലെ, പേശികളാൽ നിർമ്മിതമായിട്ടാണ് ഇത് നമ്മളുടെ നാവ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്, നമുക്ക് നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതിന്, അതുപോലെ നല്ല രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി, അതുപോലെ നമുക്ക് വിഴുങ്ങാനും ഒക്കെ ഫുഡ് നമുക്ക് വായിൽ നിന്നും താഴോട്ട് വിഴുങ്ങുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ നാവെന്ന് പറയുന്നത്. In humans it helps to speak. മനുഷ്യർക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ആഹാരം നല്ല ടേസ്റ്റോടെ കഴിക്കണം, വിഴുങ്ങണം എന്നതിലുപരി അവർക്ക് സംസാരിക്കാൻ, സ്പീക്ക് അല്ലെ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഇത് ഈ നാവെന്ന് പറയുന്നത്. It is one of the 5 sensory organs in our body. അല്ലെ, നമ്മൾക്ക് 5 എന്താണ് സെൻസറി ഓർഗൻസ് ആണ് ഉള്ളത് അല്ലെ, നമുക്ക് 5 സെൻസറി ഓർഗൻസ് ആണ് ഉള്ളത്. അതിലൊന്നാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് അല്ലെ. Without tongue it is not possible for us to taste our food. അല്ലെ, ഈ പറയുന്ന നാവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഹാരത്തിന്റെയും ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാനായിട്ട് പറ്റത്തില്ല അല്ലെ. നമുക്ക് എരിയും പുളിയും മധുരവും ചൂടും തണുപ്പും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാവിലൂടെയാണ് അറിയുന്നത് അല്ലെ. നമ്മൾ ചൂടുള്ള പദാർത്ഥം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല, നമ്മളെടുത്ത് നാക്കോട്ട് ഒരു മാക്ക് പൊള്ളി പോകും, നമുക്ക് അപ്പം അറിയാൻ പറ്റും ചൂടാണെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇത്തരത്തില് നമുക്ക് ഏത് ആഹാരവും അത് നല്ല രീതിയിൽ ടേസ്റ്റോടെ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നാവ് ആവശ്യമാണ്. It contains taste buds that are sensitive to touch and temperature such as heat and cold. അല്ലെ, അതായത് ചൂടും തണുപ്പും പോലെ സ്പർശനവും അല്ലെങ്കിൽ താപനിലയും എല്ലാം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രുചി മുകുളങ്ങളാണ് നമ്മുടെ നാവിലുള്ളത് അല്ലെ. ഓരോരോ രുചി മുകുളങ്ങളുണ്ട് അല്ലെ. മധുരമാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള രുചി മുകുളമുണ്ട്, ചൂടാണെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും, കയ്പാണെങ്കിൽ അതറിയാൻ പറ്റും അല്ലെ, എരിവാണെങ്കിൽ അതറിയാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അത് എന്താണ് തിരിച്ചറിയാൻ പറഞ്ഞ ടേസ്റ്റ് ബഡ്സ് അല്ലെ, മുകുളങ്ങൾ, രുചി മുകുളങ്ങൾ നമ്മുടെ നാവില് ഉണ്ട്. അടുത്ത പേജ് നോക്കിയേ. The 4 different tastes that we experience are sweet, salt, sour, bitter. അല്ലെ, പ്രധാനമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റുന്ന 4 രുചി എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ടീച്ചർ പറയുന്നതിന് കൂടുതൽ നിങ്ങളുടെ പിക്ചർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഒരു പിക്ചർ ഉണ്ട്, ഒരു വായ്ക്ക് തന്നിട്ട് നാക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്നത് കണ്ട ഒരു പിക്ചർ. അപ്പൊ അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പറയുന്നത് സ്വീറ്റ്, മധുരം. ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ഇൻ ദ മിഡിൽ അല്ലെ, രുചിമുകുളങ്ങൾ നാവിന്റെ നടുക്ക് വശം, മധ്യഭാഗത്ത്, മിഡിൽ പോർഷൻ അല്ലെ. നിങ്ങൾ ആ പിക്ചർ നോക്കിക്കേ, കണ്ടോ, അവിടെ ഏകദേശം ആ നടുക്ക് ഏറ്റവും നാവിന്റെ തുമ്പ നോക്കുമ്പോൾ അവിടെ സ്വീറ്റ് ആൻഡ് സോൾട്ട് എന്ന് എഴുതും, മധുരവും ഉപ്പും തിരിച്ചറിയാം. അതിന് തൊട്ട് മുകളിലോട്ട് നോക്കിയാൽ സ്വീറ്റ്
എന്താണ് മധുരം മാത്രം തിരിച്ചറിയുന്നത്, സ്വീറ്റ്. അവിടെയാണ് എന്ത് ഈ രുചിമുകൾ മധുരം തിരിച്ചറിയാനായിട്ടുള്ള ആ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് എന്തിൻ്റെയും മധുരം പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കണ്ടോ? സെക്കൻഡ് പറഞ്ഞത് സോൾട്ട്, ഉപ്പ്. ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് അറ്റ് ദ ടിപ്പ് അല്ലെ, അതായത് അഗ്രഭാഗത്ത് നമ്മളുടെ നാവിൻ്റെ ഈ നാവിൻ്റെ തുമ്പിൽ നമ്മൾ പെട്ടെന്ന് നാക്കൊക്കെ കടിക്കുന്ന അവിടെ തുമ്പിൽ അല്ലേ, നാവിൻ്റെ തുമ്പില്ലേ. അപ്പോൾ ആ നാവിൻ്റെ തുമ്പ് നിങ്ങൾ ആ പിക്ചർ നോക്കി ഏറ്റവും നാവിൻ്റെ തുമ്പിലായിട്ട് സ്വീറ്റ് ആൻഡ് സോൾട്ട് എന്ന് കണ്ടോ. അവിടെ ചെറിയ മധുരവും തിരിച്ചറിയാൻ പറ്റും, നല്ല രീതിയിൽ ഉപ്പും തിരിച്ചറിയാൻ പറ്റും. പിന്നെ മൂന്നാമത് പറഞ്ഞത് സോർ അല്ലെ, അതായത് ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് എലോങ് ദ സൈഡ് അല്ലോ, രണ്ട് സൈഡിലായിട്ട് നാവിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് കണ്ടോ കണ്ടോ, അതാണ് എന്ത് സോർ. പിന്നെ പറയുന്നത് എന്താണ് ബിറ്റർ. ബിറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞൂടെ, കയ്പ്, ഭയങ്കര പുളിപ്പ്, കയ്പ്. ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ഇൻ ദ റിയർ ഓഫ് ദ ടങ് കണ്ടോ, നാവിൻ്റെ അങ്ങ് കുറച്ചും കൂടെ നമ്മുടെ വായുടെ അകത്തോട്ട് കണ്ടോ, നാവിൻ്റെ അങ്ങ് ഉൾവശത്തായിട്ടാണ് എന്ത് ഈ കയ്പൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അപ്പൊ 4 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന ടേസ്റ്റ് രുചികൾ എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് സ്വീറ്റ്, സെക്കൻഡ് സോൾട്ട്, തേർഡ് സോർ, ദെൻ ബിറ്റർ. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ഇൻ ദ മിഡിൽ അല്ലേ, നാവിൻ്റെ നടുക്ക് വശത്തായിട്ടാണ് സ്വീറ്റ് തിരിച്ചറിയുന്നത്. ദെൻ സോൾട്ട്, ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് അറ്റ് ദ ടിപ്പ് അല്ലെ, നാവിൻ്റെ തുമ്പിലായിട്ടാണ് എന്ത് സോൾട്ട്. ദെൻ സോർ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് അലോങ് ദ സൈഡ്സ്, അതായത് ഈ എരിവ് പോലൊക്കെ തോന്നുന്നത്, അതായത് നാവിൻ്റെ 2 വശങ്ങളിലായിട്ട്. പിന്നെ ബിറ്റർ, ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ഇൻ ദ റിയർ ഓഫ് ദ ടങ് അല്ലെ, അതായത് പുളിപ്പ് നാവിൻ്റെ ഇങ്ങനെ ഉൾവശത്തായിട്ട് അല്ലെ, കുറച്ചും കൂടെ അകത്തോട്ടായിട്ടാണ് എന്ത് നമുക്ക് ഈ കയ്പറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഈ നാവിൻ്റെ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയ്പറിയാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓ ഇവിടുന്ന് ഇറങ്ങിയ ഭാഗം മൊത്തവും കഴിക്കുന്നെന്ന് പറയുന്നത് അല്ലേ, വായി ഫുള്ള് കയ്പറിയാൻ പറ്റും ഇല്ലേ. A healthy tongue is pink and covered with a small nodules called papilla അല്ലേ, അതായത് ഒരു ഹെൽത്തി ടങ്, നല്ല ആരോഗ്യമുള്ള ഒരു നാവാണെന്നുണ്ടെങ്കിൽ is a pink അല്ലേ, നല്ലൊരു പിങ്ക് കളറിലായിരിക്കും ആ നാവ് കാണുന്നത്. ആൻഡ് കവേർഡ് വിത്ത് സ്മോൾ നൊഡ്യൂൾസ് അല്ലേ, നാവിൽ നോക്കുമ്പോൾ നന്നായിട്ട് നൊഡ്യൂൾസ് ചെറിയ ചെറിയ ഇങ്ങനെ മാംസങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന പോലെ ഇങ്ങനെ കാണാൻ പറ്റും, ചെറിയ 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 കുരുപ്പൊക്കെ പോലെ നമുക്ക് നമ്മുടെ നാവിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല പിങ്ക് കളറിൽ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മുടെ നാവ്, നല്ല ഹെൽത്തി ടങ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരു നാവെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്മോൾ നോഡ്യൂൾസ് നാവിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചെറിയ 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 മുകുളങ്ങൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ പാപ്പില്ല എന്ന് പറയുന്നു. PAPILLAE പാപ്പില്ല. It is often hailed as the strongest muscle in the body അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി എന്നറിയപ്പെടുന്നത് ഈ പാപ്പില്ലയാണ് അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും എന്താ ശക്തമായ പേശി അല്ലെ. ഒരുപാട് ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതെല്ലാം അനുസരിച്ച് ടേസ്റ്റ് നമുക്ക് തന്ന് അല്ലെ, എന്താണെന്ന് നമുക്ക് രുചിയാണോ രുചി മധുരമാണോ ഉപ്പാണോ കയ്പാണോ എന്നൊക്കെ നമുക്ക് വെവ്വേറെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ നോഡ്യൂൾസ് ആണ് അല്ലേ. അപ്പം the small nodules called papillae, it is often hailed as the strongest muscle in the body. ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി എന്നാണ് ഈ പാപ്പില്ലയെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം 4 ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, സ്വീറ്റ്, സോൾട്ട്, സോർ, ബിറ്റർ. പിന്നെ പറഞ്ഞത് a healthy tongue is pink and covered with the small nodules called papilla അല്ലേ, ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു നാവാണെങ്കിൽ നല്ല പിങ്ക് കളറിലായിരിക്കും, അവിടെ നമുക്ക് നല്ല ഈ പൊങ്ങി ചെറിയതായിട്ട് നിൽക്കുന്ന നൊഡ്യൂൾസ് കാണാൻ പറ്റും. അവയെ നമ്മൾ പാപ്പില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് മസിൽ ഇൻ ദ ബോഡി, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വളരെ ശക്തമായ പേശി എന്നറിയപ്പെടുന്നത് ഈ പാപ്പില്ലയാണ്. ദെൻ കുറച്ചും കൂടി ഉള്ളൂ ആ പാഠപത്തി തീയതിയാണ്. നോക്കി ഫങ്ഷൻസ് ഓഫ് ടങ് അല്ലെ, നമ്മുടെ നാവിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, ഫങ്ഷൻസ് നമുക്ക് എന്തായാലും അറിയാം, രുചികളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണെന്നല്ലേ. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ അതാണ് ടേസ്റ്റ് അല്ലെ, രുചി. ആസ് വി ലേൺ അബൌട്ട് ടങ് ഹാസ് sensory buds that help us in experience the different taste of our food അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ മുകളിലായിട്ട് പഠിച്ചു, നാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന ഏത് ഫുഡ് ഐറ്റംസിൻ്റെയും ടേസ്റ്റ് രുചി നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഈ ടങ് നാവെന്ന് പറയുന്നത്. It helps us experience the different taste of a food അല്ലേ. നമ്മളുടെ ഫുഡ്, ഒരു ഫുഡിനെ സംബന്ധിച്ച് ആ ഫുഡിൽ പല രുചികളായിരിക്കും അല്ലേ. ഒരേ രുചിയാണോ എല്ലാ ആഹാര പദാർത്ഥത്തിനും ഒരേ രുചിയാണോ? അല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഓരോ ഫുഡ് ഐറ്റംസിനും. അപ്പം
ഇത്തരത്തിൽ ഓരോ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോഴും ഓരോ രുചിയായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഓരോ രുചിയും നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ടങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ് അല്ലെ, രുചി. സെക്കൻഡ് പറഞ്ഞത് മാസ്റ്റിക്കേഷൻ അല്ലേ. നോക്കിയേ, ടങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ അല്ലെ. ദഹനം നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻ ക്രഷിംഗ് ഫുഡ് ആൻഡ് മേക്കിംഗ് ഇറ്റ് സോഫ്റ്റ് ബിഫോർ swallowing അല്ലെ. അതായത് ഭക്ഷണം നല്ല രീതിയിൽ ചതച്ചരച്ച് നല്ല രീതിയിൽ വിഴുങ്ങുന്നതിനും, അതുപോലെ ഈ ആഹാരങ്ങളോട് നമ്മൾ വിഴുങ്ങുന്നതിന് മുന്നേ അത് നല്ല മൃദുവാക്കി അല്ലെ. ഒരുപാട് കട്ടിക്ക് കല്ലെടുത്ത് വിഴുങ്ങുന്ന പോലെയാണ് നമ്മൾ ആഹാര സാധനങ്ങൾ നമ്മൾ കഴിച്ചു കിടക്കുന്നത് അല്ല അല്ലേ. നല്ല കുഴമ്പ് രൂപത്തിൽ, പേസ്റ്റിന്റെ രൂപത്തിൽ ഇത് മൃദുവായിട്ട് ഈ ആഹാര സാധനങ്ങൾ ചതച്ചരച്ച് നമുക്ക് വിഴുങ്ങുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ ആഹാര പദാർത്ഥങ്ങൾ ചതച്ച് പേസ്റ്റ് പോലെ ഇറങ്ങുന്നതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അല്ലെ, പെട്ടെന്ന് ദഹിക്കാനായിട്ട് അവ സഹായിക്കുന്നു. തേർഡ് സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ അല്ലെ, സംസാരിക്കാൻ. The movement of our tongue enables clear speech. നമ്മുടെ നാവിന്റെ ഓരോ ചലനവും എന്താണ്, നമുക്ക് നല്ല രീതിയിൽ വാക്കുകൾ പറയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇമാജിൻ സേയിങ് കെ ഓർ ജെ വിതൗട്ട് ടങ് അല്ല. നിങ്ങൾ കെയും ജെയും ഒന്ന് പറഞ്ഞു. കെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നാവിന് നല്ലൊരു വില കെ അല്ലെ, നാക്കുകൊണ്ടാണ്. ജെ അല്ലെ, സോറി ജി അല്ലെ, ജി എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിനാണ് സ്ട്രെസ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ചില ലെറ്റേഴ്സ് നമ്മൾ പറഞ്ഞ ലെറ്റേഴ്സ് ചേർന്നിട്ടല്ലേ വേർഡ്സ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ ലെറ്റേഴ്സ് നമുക്ക് നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇതാണ് എന്ത്, നമ്മളുടെ ടങ്, നമ്മുടെ നാവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ സ്പീച്ച്, നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ടങ്, നാക്കെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മൂന്നെണ്ണമാണ് ഫങ്ഷൻസ് ഓഫ് ടങ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ടേസ്റ്റ് ആണ്. As we learned about tongue has sensory buds that help us in experience the different taste of our food അല്ലെ. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിലുമുള്ള ഓരോ ടേസ്റ്റ് നമുക്ക് എന്താണ്, ഇതിൽ ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ അത് ഓരോന്നും നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്റെ നാക്ക്. സെക്കൻഡ് മാസ്റ്റിക്കേഷൻ ആണ്. ടങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നതിന് നമ്മളുടെ ഈ ടങ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ ക്രഷിംഗ് ഫുഡ് ആൻഡ് മേക്കിംഗ് ഇറ്റ് സോഫ്റ്റ് ബിഫോർ swallowing അല്ലെ. നല്ല രീതിയിൽ ആഹാര സാധനങ്ങൾ ചവച്ചരച്ച് വിഴുങ്ങുന്നതിന്, നമുക്കത് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മൃദുവാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ സ്പീച്ച് അല്ലെ, സംസാരിക്കാൻ. The movement of tongue enables clear speech. നമ്മളുടെ നാവിന്റെ ചലനം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത്. ഇമാജിൻ സേയിങ് കെ ഓർ ജി വിതൗട്ട് ടങ് അല്ലെ. കെയും ജിയും തുടങ്ങിയ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാവിന് വളരെയധികം നാക്ക് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ചില വേർഡ്സ് നല്ല രീതിയിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ നാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ ഓക്കെ ദെൻ അത്രയപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഓക്കെ, പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഓക്കെ ദെൻ നമുക്കിനി അതിൻ്റെ എക്സസൈസ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പെൻസിൽ എടുക്കുക, മിസ് പറയുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ടെക്സ്റ്റ് ഫില്ല് ചെയ്യുക. ടെക്സ്റ്റിൽ ഫില്ല് ചെയ്തിട്ട് അഡീഷണൽ നോട്ട്ബുക്കിൽ കൂടെ ആഡ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്യുക. ഓക്കെ, റെഡിയാണോ? നമുക്ക് നോക്കാം. നോക്കാം. ഫസ്റ്റ് അവിടെ എക്സസൈസ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ദ ഫോളോയിങ് ആണ്. കണ്ടോ, അവിടെ നിങ്ങൾക്ക് 5 വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഓരോന്നും പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും, നിങ്ങളത് നോക്കി ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങ് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ട് ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതിയെടുത്ത് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ടും കൂടെ ഫില്ല് ചെയ്തേക്കുക കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ടീത്ത്, പല്ല് അല്ലേ. നോക്കിയേ, എന്താ ഇവിടെ കാണിക്കുന്നുണ്ട്, ടീത്ത് hardest substance of our body that is responsible for the mechanical breakdown of our food അല്ലേ. നമ്മളുടെ ബോഡി, നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് പല്ലെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് അല്ലേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി അല്ലെ, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ പൊടിച്ച് ചെറുതാക്കി നല്ല രീതിയിൽ ചവച്ചരച്ച് നമുക്ക് പെട്ടെന്ന് വിഴുങ്ങുന്ന പരുവത്തിലാക്കാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നു, പല്ലുകൾ സഹായിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ടീത്ത് ആണ്. എഴുതിയെടുത്തോ എല്ലാവരും? ഒന്നുകൂടെ വായിക്കാൻ നോക്കൂ. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് അവർ ബോഡി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് അവർ ഫുഡ്. ഓക്കെ, മനസ്സിലായോ? അതൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ദെൻ സെക്കൻഡ് വൺ ടങ്, നാവ് അല്ലേ? നോക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. Tongue is the fleshy muscular organ found in the mouth of all animals and human beings and is used for tasting, licking and swallowing of food. അല്ലേ? അതായത് എല്ലാ മൃഗങ്ങളിലും എല്ലാ മനുഷ്യരുടെയും വായിൽ അല്ലേ കാണപ്പെടുന്ന ഒരു മാംസളമായിട്ടുള്ള ഒരു പേശിയാണ് അല്ലേ? അല്ലേ? എന്താണ്? മസ്കുലർ ഓർഗൻ, മാംസളമായിട്ടുള്ള പേശിയാണ് എന്തെന്ന് പറയുന്നത്? ടങ് എന്ന്, നാവ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേസ്റ്റിംഗ്, നമുക്ക് രുചി തിരിച്ചറിയുന്നതിനും, ലിക്കിംഗ് ആൻഡ് സ്വോളിംഗ് ഓഫ് ഫുഡ് അല്ലേ? അതായത് നമുക്ക് ആഹാര സാധനങ്ങൾ ചവച്ചരയ്ക്കുന്നതിനും അതുപോലെ തന്നെ വിഴുങ്ങുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്? ടങ്, നാവെന്നും പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ ടങ് എന്ന് പറഞ്ഞാൽ ടങ് ഈസ് എ ഫ്ലഷി മസ്കുലർ ഓർഗൻ found in the mouth of all animals and human beings and is used for tasting, licking and swallowing of food. Okay, എഴുതിയെടുത്തോ. Then third one പറഞ്ഞിരിക്കുന്നത് ഇനാമൽ ആണ് അല്ലേ? ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? Okay, enamel is the hard outer layer of the crown അല്ലെ? നമ്മുടെ ക്രൗൺ അല്ലെ, പല്ലിന് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? ഇനാമൽ എന്ന് പറയുന്നത്. Enamel is the hardest substance in the body. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ കട്ടിയുള്ള ഒരു പദാർത്ഥമാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇനാമൽ എന്ന് പറഞ്ഞാൽ ഇനാമൽ is the hard outer layer of the crown. ക്രൗണിന് ഏറ്റവും പുറമേ കാണപ്പെടുന്ന കട്ടിയുള്ള ഒരു ആവരണമാണിത്. Enamel is the hardest substance in the body. നമ്മുടെ ബോഡിയിലെ ഒരു കട്ടിയുള്ള ഒരു പദാർത്ഥമാണ് ഇനാമൽ എന്ന് പറയുന്നത്. Then fourth plaque അല്ലേ? പ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? Sometimes the teeth get covered with a sticky layer of germs അല്ലേ? ചില സമയത്ത് നമ്മുടെ പല്ലിന് പുറമെ എന്ത് ചെയ്യും? ഈ ജേംസ് അല്ലെ, ബാക്ടീരിയ പോലുള്ള അണുക്കൾ എന്ത് ചെയ്യും? കട്ടിയായിട്ട് ഇങ്ങനെ ആവരണം പൊതിഞ്ഞിങ്ങനെ ഇരിക്കും. This sticky layer of germs are called plaque. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ ജേംസ് അണുക്കൾ എന്ത് ചെയ്യും? കട്ടിയായിട്ട് ഇങ്ങനെ പല്ലില് പറ്റി പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാക്ക് എന്ന് പറഞ്ഞാൽ sometimes the teeth get covered with a sticky layer of germs. ചില സമയത്ത് നമ്മുടെ പല്ലിലെ ജേംസ് കീടാണുക്കൾ പറ്റി പിടിച്ചിരിക്കും. This sticky layer of germs is called plaque. ഇത്തരത്തിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ജേംസിനെയാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നത്. The last പറഞ്ഞ ടാർട്ടാർ, ഇന്ന് നമ്മൾ പഠിച്ചു അല്ലേ? If plaque is not removed, it mixes with the minerals to become tartar, a harder substance. അല്ലേ? അതായത് നമുക്ക് ഈ പല്ലിൽ ഇങ്ങനെ ഈ കീടാണുക്കൾ ജേംസ് ഒക്കെ പോലുള്ളവ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്തിനാണ് ഇത് ടാർട്ടാറായിട്ട് മാറുന്നത്. ടാർട്ടാർ റിക്വയർസ് പ്രൊഫഷണൽ ക്ലീനിങ് ഫോർ റിമൂവൽ അല്ലേ? നമുക്ക് ഹോസ്പിറ്റൽ, ഡെന്റൽ കെയർ ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് നമ്മൾ പ്രൊഫഷണൽ ഡോക്ടേഴ്സ് ഒക്കെ മാത്രമേ നമുക്ക് ആ പ്ലാക്ക് പോലുള്ള ആ ജേംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ പല്ലിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പം ഡിഫൈൻ ദി ഫോളോയിങ് 5 എണ്ണമാണ്: ടീത്ത്, ടങ്, ഇനാമൽ, പ്ലാക്ക്, ടാർട്ടാർ. എഴുതിയെടുത്തല്ലോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കിയേ. അടുത്തത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ആൻസർ ഈ വീഡിയോയുടെ ബാക്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ആദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയെടുത്തോ കേട്ടോ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സ്ഥലത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ആൻസേഴ്സ് അല്ല, കുറച്ച് വലിയ ആൻസേഴ്സ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി വായിക്കാൻ പറ്റാത്ത രീതിയിൽ വെറുതെ ആക്കണ്ടല്ലോ. അപ്പൊ അതിനേക്കാളും നല്ലത് അത് കണ്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയിട്ടു കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോയുടെ ബാക്കിൽ ഈ നോട്ട്സ് ഉണ്ട്, അത് മറക്കാതെ നോക്കി എഴുതിയെടുക്കുക. Then third പറയുന്നത് പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൻസർ അല്ലേ? ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് പോലെയാണ് ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്ത് അവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പെർമനന്റ് ടീത്ത് ഇൻ ഹ്യൂമൻസ്. ഒരു മനുഷ്യരിലുള്ള പെർമനന്റ് ടീത്തിന്റെ എണ്ണം എത്രയാണെന്ന് നമ്മൾ പഠിച്ചു? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 32 അല്ലേ? 32 പെർമനന്റ് പല്ലാണ് ഒരു മനുഷ്യന്റെ വായിലുള്ളത്. ആൻസർ 32, ബി ഓപ്ഷൻ. Then second one, these are used for cutting and biting food. ഏതാണ് ഇതിനകത്ത് ആഹാര സാധനങ്ങൾ മുറിക്കുന്നതിനും ബൈറ്റിംഗ് നല്ല രീതിയിൽ ചവച്ചരയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന എന്താണ്? ഏതാണ്?
ആൻസർ ബി ഓപ്ഷൻ ഇൻസിസോഴ്സ്. ഇൻസിസോഴ്സ്. ആൻസർ ബി ഓപ്ഷൻ ആണ് ഇൻസിസോഴ്സ്. എത്ര എണ്ണം ഉണ്ട് ഇൻസിസോഴ്സ്? എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ ഓഫ് 8 അല്ലേ? 8 ഇൻസിസോഴ്സ് ആണ് ഉള്ളത്. Then third one, the number of premolars are dash. എത്ര premolars ആണ് ഉള്ളത്? Total number of എത്രയാണ്? 8 അല്ലേ? First option, A option 8. Okay. Then next fourth question. It is a hard white part covering the tooth. അല്ലേ? The പല്ലില് ആവരണം ചെയ്തിരിക്കുന്ന കട്ടിയുള്ള വെള്ള കളറുള്ള ആവരണം ഏതാണ്? Enamel അല്ലേ? B option enamel. The hardest substance of our body. Enamel. B option. Then fifth one. This is a sticky yellow layer of germs in teeth. അല്ലേ? മഞ്ഞ കളറില് നമ്മുടെ പല്ലില് ഉള്ള ജാംസിന്റെ ഒരു ആവരണത്തിന് നമ്മൾ എന്ത് പേര് പറഞ്ഞു? ഫസ്റ്റ് ഓപ്ഷൻ പ്ലാക്ക്. പ്ലാക്ക്. PLAQUE. പ്ലാക്ക്. Okay. പലഞ്ചെണ്ണം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The number of permanent teeth in human is 32. Second, there are used for cutting and biting food. Answer incisors. Third, the number of premolars are 8. Fourth question, it is a hard white part covering the tooth is enamel. Then fifth one, this is a sticky yellow layer of germs in teeth. Plaque. Okay. ചെയ്തല്ലോ. Then അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ 2 ദിവസം പല്ല് ഒരു നേരം 2 നേരം പല്ല് തേക്കുന്നുണ്ടോ? നിങ്ങൾ നന്നായിട്ട് വായി നല്ല രീതിയിൽ റിൻസ് വെള്ളം ഉപയോഗിച്ചൊക്കെ കഴുകുന്നുണ്ടോ? നിങ്ങൾ എന്താണ് മുകളിലോടും താഴോട്ടും ആണോ പല്ല് തേക്കുന്നത്? നിങ്ങൾ ഒരുപാട് മദ്യപലഹാരങ്ങൾ കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് മാസത്തിലും അല്ലെങ്കിൽ വർഷത്തിലൊക്കെ നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങളുടെ പല്ലൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടീച്ചറിന് അറിയത്തില്ലല്ലോ. അറിയാമോ? നിങ്ങളിപ്പം അങ്ങനെ ചെയ്യാണോ ഇല്ലോ എന്നുള്ള ടീച്ചറിന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ഇവിടുന്നുകൊണ്ട് യു ബ്രഷ് ടോയ്സ് ഡെയിലി എന്ന് പറഞ്ഞ് അവിടെ ടിക്ക് ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നോ നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ ദിവസം 2 നേരം പല്ല് തേക്കുന്നവരാണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. 2 ദിവസം 2 നേരം പല്ല് തേക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇഞ്ചു മാർക്ക് ഇടുക. ദെൻ മൗത്ത് നന്നായിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് വായൊക്കെ കഴുകാറുണ്ടോ? അല്ലെങ്കിൽ മൗത്ത് വാഷ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വായൊക്കെ കഴുകാറുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഇടുന്നിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ അത് 5 എണ്ണം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ടിക്കിടുക, അല്ലെങ്കിൽ ഇഞ്ചു മാർക്ക് ഇടുക കേട്ടോ. കേട്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ശരിയോ തെറ്റോ? നോക്കിയേ. First question, newborn babies have milk teeth. കൊച്ചുങ്ങളുണ്ടല്ലോ ന്യൂബോൺ ബേബീസ്, അവരുടെ വായിൽ പല്ലുണ്ടോ? ഇല്ല അല്ലേ? അവർക്ക് 7 മാസം കഴിഞ്ഞിട്ടാണ് പല്ല് വരുന്നത് നമ്മൾ പഠിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂബോൺ ബേബീസ് കുഞ്ഞുങ്ങളിൽ വായിൽ പല്ലുണ്ടെന്നാണ് പറയുന്നത്. മിൽക്ക് ടീത്ത് ഉണ്ടായിരിക്കുമോ? ഇല്ല. സോ ആൻസർ ഫാൾസ്. തെറ്റാണ്, ശരിയല്ല അല്ലേ? ആൻസർ ഫാൾസ്. Then second question, children have 20 teeth at the age of 6. അല്ലേ? അതായത് ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു 20 പല്ലോടൊക്കെ വായിൽ വരും. 32 പെർമനന്റ് ടീത്ത് ആണെന്ന് പറഞ്ഞു. അത് ഒരു 6 വയസ്സാകുമ്പോഴേക്കും 32 പല്ല് വായിൽ വരുമോ? ഇല്ല. ഇങ്ങോട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് വരത്തേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞത് 20 6 വയസ്സാകുമ്പോഴേക്കും ഒരു കുഞ്ഞിന്റെ വായിൽ 20 പല്ലുകൾ ഉണ്ടാവുന്നതാണ്. ശരിയാണ് ആൻസർ. സോ ആൻസർ ട്രൂ. Then third, enamel is the hardest substance in the human body. ഞാൻ 3-4 ക്ലാസ് കൊണ്ട് വിടുന്നുണ്ട് ഇനാമലിന്റെ കാര്യം പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് അവർ ബോഡി എന്ന് അല്ലേ? അപ്പം അത് പറഞ്ഞിരിക്കുന്നത് തന്നെയല്ലയോ? ശരിയാണ്. സോ ആൻസർ ട്രൂ. Then fourth question, plant and sugar form holes in the tooth. അല്ലേ? പ്ലാന്റ് അല്ലെ ബാക്ടീരിയ രോഗാണുക്കളും അതുപോലെ ഷുഗർ ഒരുപാട് മധുരമുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ പല്ലിന് ചെറിയ ക്യാവിറ്റീസ് ഹോള് പോലുള്ളവ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ശരിയല്ലയോ? ശരിയാണ്. അപ്പോൾ ആൻസർ അതും ശരിയാണ്, ട്രൂ. Then fifth one, tongue enables us to speak. അല്ലെ? നാവ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സഹായിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. സോ ആൻസർ ട്രൂ. ലാസ്റ്റ്, there are 5 taste buds on the tongue. നമ്മൾ 4 പഠിച്ചുള്ളൂ. 4 രുചിമുകളങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു?
സ്വീറ്റ്, സോൾട്ട്, സോറ്, ബിറ്റർ അല്ലേ? 4 എണ്ണമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം ഉണ്ടെന്ന്. 5 എണ്ണം ഉണ്ടോ? നിങ്ങൾക്ക് 5 എണ്ണം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ 4 എണ്ണേ ഉള്ളൂ അല്ലേ? തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഫാൾസ്. ആൻസർ ഫാൾസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ്, ന്യൂ ബോൺ ബേബീസ് ഹാവ് മിൽക്ക് ടീത്ത്. ആൻസർ ഫാൾസ്. Second, children have 20 teeth at the age of 6. Answer true. Third, enamel is the hardest substance in the human body. Answer true. Fourth, the plaque and sugar form holes in the tooth. Answer true. Fifth, tongue enables us to speak. Answer true. Last, there are 5 taste buds on the tongue. Answer false. The next one, match the following. First, incisors അല്ലേ? ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ബി. ബി ആണ് അല്ലേ? നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്യാം, മുറിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലേ? സോ ആൻസർ ബി ആണ്, കട്ടിങ്. ബി. ബി ഓപ്ഷൻ, കട്ടിങ്. കട്ടിങ്. സെക്കൻഡ്, കാനിൻസ്. കാനിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് പഠിച്ചത് അല്ലേ? കാനിൻസ് എന്ന് പറയുന്നത് അല്ലേ? ആദ്യ സാധനങ്ങൾ നന്നായിട്ട് കീറുന്നതിന്, നന്നായിട്ട് കടിച്ചെടുക്കുന്നതിനൊക്കെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ടിയറിംഗ് അല്ലേ? ആൻസർ അല്ലേ? അതായത് കീറിയെടുക്കാൻ അല്ലേ? നല്ലൊരു കീറിയെടുക്കാൻ, ടിയറിംഗ്. ആൻസർ എ ഓപ്ഷൻ. എ. എ ഓപ്ഷൻ, TEARING, ടിയറിംഗ്. Then third question, premolars അല്ലേ? പ്രിമോളാർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു? നല്ല രീതിയിൽ ആ സാധനങ്ങൾ പൊട്ടിച്ചെടുക്കുന്നതിനും ചവച്ചെടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു എന്നും പറഞ്ഞു. അപ്പം 3 premolars ആണ്. ആൻസർ ഡി ഓപ്ഷൻ, ഗ്രൈൻഡിങ്. ആൻസർ ഡി ഓപ്ഷൻ, ഗ്രൈൻഡിങ്. GRINDING, ഗ്രൈൻഡിങ്. Then fourth question, molars അല്ലേ? molars നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു molars-ന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്? chewing എന്നാണ് പറഞ്ഞത് അല്ലേ? chewing and grinding എന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് എന്താണ്? നല്ല രീതിയിൽ ചവയ്ക്കുന്നതിന്, ആഹാര സാധനങ്ങൾ പൊടിച്ചെടുത്ത് കുഞ്ഞു 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 ഇതായിട്ട് മാറ്റുന്നതിന് സഹായിക്കുന്നത് അല്ലേ? അപ്പോൾ molars-ന്റെ ആൻസർ സി ഓപ്ഷൻ, chewing. CHEWING, സി ഓപ്ഷൻ. Then fifth one, enamel. enamel ഇനി എന്താണെന്ന് എനിക്ക് വയ്യ പറയാനായിട്ട്. ഞാനിപ്പോൾ കുറേ നേരം കൊണ്ട് പറയാമല്ലോ. അപ്പം എന്താണ് അവിടെ ആൻസർ? ആൻസർ എഫ് ഓപ്ഷൻ ആണ്, ഹാർഡസ്റ്റ് പാർട്ട്. enamel, ഹാർഡസ്റ്റ് പാർട്ട്. എഫിന്റെ ഓപ്ഷൻ, എഫ്. Then sixth one, dentine. dentine എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ഗം. കണ്ടോ? ഇ ഓപ്ഷൻ, ഇ. Then seventh, pulp. പൾപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ? ബ്ലഡ് വെസൽസ് ഒക്കെയുള്ള റെഡ് കളറിൽ നമ്മൾ ആ സ്ട്രക്ചർ ഓഫ് ഫുഡ് പഠിച്ചപ്പോൾ ഒന്ന് നോക്കിയേ, ഒന്ന് തിരിച്ച് പേജ് ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 257, പേജ് നമ്പർ 257. കണ്ടോ? അതിനകത്ത് സ്ട്രക്ചർ ഓഫ് ടീത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പൾപ്പ്. കണ്ടോ? ബ്ലഡ് വെസൽസ് ആണ് അല്ലേ? നമ്മളുടെ പല്ലിലോട്ടൊക്കെ ബ്ലഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന നെർവും ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളവരാണ് പറഞ്ഞില്ലേ? ഇവിടെ ആൻസർ പൾപ്പിന് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ, എച്ച് ഓപ്ഷൻ, നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ? ഞരമ്പുകൾ, ബ്ലഡ് ഞരമ്പുകൾ കേട്ടോ, നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇനി ഒന്നും കൂടി ഉള്ളൂ, റൂട്ട് എന്താണ്? ആൻസർ എട്ടാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ജി ആണ്. ജി, യെല്ലോയിഷ് ഇൻ കളർ. യെല്ലോയിഷ് ഇൻ കളർ. ഓക്കെ, അപ്പോ അതൊന്നുകൂടെ വായിക്കാം. ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഇൻസിസേഴ്സ് ആണ്. ആൻസർ ബി ഓപ്ഷൻ, കട്ടിങ്. ബി. സെക്കൻഡ് കാനിൻസ്. ആൻസർ എ ഓപ്ഷൻ, ടിയറിംഗ്. തേർഡ് പ്രിമോളാർസ്. ആൻസർ ഡി ഓപ്ഷൻ, ഗ്രൈൻഡിങ്. ഫോർത്ത് മോളാർസ്. ആൻസർ സി ഓപ്ഷൻ, ചൂയിങ്. ഫിഫ്ത്ത് ഇനാമൽ ആണ്. എഫ് ഓപ്ഷൻ, ഹാർഡസ്റ്റ് പാർട്ട്. Then sixth dentine, inside the gum. Seventh pulp. Answer H option, nerves and blood vessels. Then eighth root ആണ്. Answer G, yellowish in color. Okay, അപ്പം നമ്മൾ ആ ഒരു പാഠം ഫുൾ കവർ ചെയ്തു അല്ലേ? എക്സസൈസ് ചെയ്തു, പിന്നെ പാഠം പലത് ഫുള്ള് പറഞ്ഞു, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾ നോക്കി അത് എഴുതുക, പിന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക.
കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം തന്ന നോട്ട്സൊക്കെ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കാനുള്ളത് എഴുതിയെടുക്കുക. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങൾ എഴുതി പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒരുവിധം എല്ലാവരും ടീച്ചർ റിവ്യൂ വിളിക്കുമ്പോൾ പഠിച്ചിട്ടായിരിക്കുന്നത്, പക്ഷെ മറന്നു പോകുന്നത്. നല്ല രീതിയിൽ എഴുതി പഠിക്കണം. ഒരു 3, 4, 5 വട്ടം ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് ക്ലാസ് കണ്ടിട്ട് അത് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ എഴുതി പഠിച്ച് നോട്ട്സൊക്കെ എഴുതി നല്ല രീതിയിൽ എല്ലാം ടീച്ചർ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് പറയുക. ഓക്കെ then thank you, take care. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars. Here in the shadows, I know you're scared. Take my hand, together we'll make a stand. We've got to fight to find a way. Dare to fall to find out what to say. No more hate. Just admit that you're just afraid.